ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടു. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചതും. ഇതേ തുടർന്ന് രാജ്യത്താകട്ടെ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഖൊമൈനി കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പല സൂചനകളും പങ്കുവെച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ രംഗത്ത് വന്നെങ്കിൽ പോലും വാർത്തകൾ നിഷേധിക്കുകയാണ് ആദ്യമുണ്ടായത്. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ആദ്യം അറിയിച്ചത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഖൊമൈനിയുടെ എക്സ് പോസ്റ്റ് വന്നതോടെ വീണ്ടും ആശയക്കുഴപ്പത്തിലാണ് ഉണ്ടായത്. അതേപോലെ ഖൊമൈനിയുടെ മകളും മരുമകനും കൊച്ചുമകനും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമടക്കം പുറത്തു വന്നിരുന്നു. ഇതോടെ ഇപ്പോൾ 47 വർഷം നീണ്ടുനിന്ന ക്രൂരത നിറഞ്ഞ ഭരണത്തിന് അന്ത്യമാകുകയാണ് എന്നതാണ് പല ഇറാൻ പൗരന്മാരും ഇതിനോടായി തന്നെ അവിടെ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം പലയിടത്തും ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം വീണ്ടും അവിടെ പുലർച്ചെ ഇറാനിൽ പല സ്ഥലങ്ങളിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലായി തന്നെ ആക്രമണം നടന്നതായി തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരണങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമെതിരെ തന്നെ തങ്ങൾ മറ്റൊരു ഘട്ടമായ ആക്രമണം കൂടി നടത്തും എന്നതാണിപ്പോൾ ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നതും. അതേസമയം ഇറാനിൽ US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഖൊമൈനി കൊല്ലപ്പെട്ടതായി തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയിക്കുകയായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ വ്യക്തികളിൽ ഒരാളായ ഖൊമൈനി മരിച്ചു എന്നതായിരുന്നു ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചതും. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ആക്രമണം നടത്തിയിരിക്കുന്നത്. ഖൊമൈനിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെല്ലാം തന്നെ അവിടെ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അത് തകർത്തതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സമുച്ചയത്തിന് നേരെ കനത്ത ആക്രമണം നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം മരിച്ചതായി തന്നെ ഏറെ സൂചനകളുണ്ട് എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതും. ഖൊമൈനിക്ക് പുറമെ തന്നെ ഇറാന്റെ പ്രതിരോധ മന്ത്രി മറ്റ് വ്യക്തികളെല്ലാവരും തന്നെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെയാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നതും. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതലായി തന്നെ ബഹ്റൈനിലെ ജനവാസ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വ്യോമാക്രമണം നടത്തുകയാണ് ഉണ്ടായത്. ഒരു പ്രധാന ജനവാസ മേഖലയിൽ 100 കണക്കിന് പേർ താമസിക്കുന്ന ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഈ മേഖലയിലാകട്ടെ US സൈനിക താവളങ്ങൾ ഒന്നുമില്ല എന്നും കൃത്യമായും ജനവാസ മേഖല ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് എന്നതാണ് പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നതും. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചപ്പോൾ അവിടെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായ അല്ലെങ്കിൽ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ തിരിച്ചടി ആരംഭിക്കുകയാണ് ഉണ്ടായതും. അതേപോലെ തന്നെ പ്രത്യാക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ലക്ഷ്യമിട്ട ഗൾഫ് രാഷ്ട്രങ്ങളാകട്ടെ അത് ബഹ്റൈൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു ബഹ്റൈനിലെ 7ഓളം സ്ഥലങ്ങളിൽ തന്നെ ഇറാൻ ആക്രമണം നടത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.